സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്ക് ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ, ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की धुन मेरे डोलना सुन मेरी चाहते
KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ അവിശ്വാസത്തിനെ തുടർന്ന് കേരള കോൺഗ്രസിലും ചർച്ചകൾ സജീവമായി. അവിശ്വാസ പ്രമേയ നോട്ടീസ് സംബന്ധിച്ച് 15 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. ഫെബ്രുവരി 2-ാം തീയതി ഇടുക്കി ജില്ലയിൽ അടുത്ത പട്ടയ വിതരണം നടക്കുമെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യുമെന്നും റോയ് കെ പൗലോസ്. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ 10 വില്ലേജിൽ ഉൾപ്പെട്ട 10,000-ഓളം കർഷകർക്ക് പട്ടയത്തിന്റെ പ്രയോജനം ലഭിക്കും. കുമളി ചെക്ക് പോസ്റ്റിന് സമീപം തമിഴ്നാട് ഫോറസ്റ്റ് ഗാർഡുകളും കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിൽ കയ്യാങ്കളി. തമിഴ്നാട് ഉദ്യോഗസ്ഥർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ മദ്യം കഴിക്കുന്നത് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പുതുവത്സര പദ്ധതിയായ സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതിക്ക് തുടക്കമായി. ഇടുക്കി MP ജോയ്സ് ജോർജ് സ്നേഹസ്പർശം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വഞ്ചിത്താനം തണ്ടാശ്ശേരി മണ്ണൂർ റോഡിന്റെ ശിലാഫലകം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ടൗണിന്റെ സമീപ പ്രദേശങ്ങളിലെ വികസനത്തിൽ വിറളി പൂണ്ടവരാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ. ജില്ലാസ്ഥാനത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്നു. പ്രതിമാസം 1,80,000 രൂപ ചിലവിലാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ അവിശ്വാസത്തിനെ തുടർന്ന് കേരള കോൺഗ്രസ് തർക്കം മുറുകുന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ബേബി പതിപ്പള്ളിക്കെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ കോൺഗ്രസിലും കേരള കോൺഗ്രസിലും തർക്കം രൂക്ഷമാവുകയാണ്. നോട്ടീസ് സംബന്ധിച്ച് 15 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. പ്രസിഡന്റ് പദവി വിട്ടുനൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇരട്ടയാർ പഞ്ചായത്തിലെ കേരള കോൺഗ്രസ് അംഗമായ ബേബി പതിപ്പള്ളിക്കെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ആദ്യത്തെ 2.5 വർഷം കേരള കോൺഗ്രസിനും തുടർന്നുള്ള കാലയളവിൽ കോൺഗ്രസിനും പ്രസിഡന്റ് പദവി നൽകണമെന്നായിരുന്നു മുന്നണി ധാരണയെന്നാണ് കോൺഗ്രസിന്റെ വാദം. നിശ്ചിത സമയപരിധി കഴിഞ്ഞതു മുതൽ പദവി വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തുണ്ട്. എന്നാൽ തുടർ നടപടികൾ നീണ്ടുപോയതോടെ കേരള കോൺഗ്രസ് പ്രതിനിധിയായ പ്രസിഡന്റ് തൽസ്ഥാനത്ത് തുടർന്നു. സമയപരിധി അവസാനിക്കാൻ ഏതാനും നാൾ അവശേഷിക്കെയാണ് പദവി സംബന്ധിച്ച് അവകാശവാദവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതു സംബന്ധിച്ച് UDF ജില്ലാ ഘടകമോ കോൺഗ്രസ് ജില്ലാ നേതൃത്വമോ യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ല എന്ന് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നു. എനിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. UDFിന്റെ ജില്ലാ നേതൃത്വമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ UDFിന്റെ ജില്ലാ കമ്മിറ്റി നേതൃത്വമോ എന്റെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വമോ എന്നോട് ഇതുവരെ ഒരു കാലാവധി പറഞ്ഞിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ ഘടകവും അതുപോലെ തന്നെ UDFിന്റെ ജില്ലാ ഘടകവും നിർദ്ദേശിച്ചതനുസരിച്ചാണ്.
അപ്പം അതിന് ഇത്ര വർഷം കാലാവധിയെന്ന് ഞങ്ങൾ ആരോടും പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണസമിതിയിലുള്ള ആരോടും ഇത്ര വർഷത്തെ കാലാവധിക്കാണ് പ്രസിഡന്റിനെ അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് അറിയിച്ചിട്ടില്ല. ഇരട്ടയാർ പഞ്ചായത്തിൽ കോൺഗ്രസിന് 6ഉം കേരള കോൺഗ്രസിന് 5ഉം CPM-ന് 1 സീറ്റുമാണ് ഉള്ളത്. CPM പ്രതിനിധിയുടെ നിലപാട് വിഷയത്തിൽ ഏറെ നിർണായകമായി മാറും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങുന്നതായി സൂചന. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ കേരള കോൺഗ്രസിനെതിരെ അവിശ്വാസം കൊണ്ടുവന്ന സാഹചര്യത്തിലാണ് കട്ടപ്പനയിൽ കേരള കോൺഗ്രസ് തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ കേരള കോൺഗ്രസിൽ നിന്ന് പ്രസിഡന്റ് പദവി പിടിച്ചെടുക്കാൻ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെയാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലും പ്രസിഡന്റ് പദവിയെ ചൊല്ലി തർക്കം ഉടലെടുക്കുന്നത്. അടുത്തയാഴ്ചയോടെ കേരള കോൺഗ്രസ് യോഗം ചേരുകയും കോൺഗ്രസിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുമെന്നുമാണ് സൂചന. നിലവിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന് 8ഉം കേരള കോൺഗ്രസിന് 6ഉം LDF-ന് 6ഉം 2 സ്വതന്ത്രന്മാരുമാണ് ഉള്ളത്. LDF അംഗങ്ങൾ കേരള കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും 2 സ്വതന്ത്രർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ കോൺഗ്രസിനെതിരെ 2 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കേരള കോൺഗ്രസിന്റെ അവിശ്വാസം വിജയിക്കുകയും ചെയ്യും. എന്തായാലും ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തകരുകയും പുതിയത് ഉടലെടുക്കുകയും ചെയ്യുകയാണ്. എസ് സൂര്യലാൽ, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. ഇനി റിവ്യൂ ടൈം. ഇരട്ടയാർ കട്ടപ്പന ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന സാഹചര്യം നിലനിൽക്കെ ഇതേക്കുറിച്ച് പ്രതികരിക്കുവാൻ റിവ്യൂ ടൈമിൽ എസ് സൂര്യലാൽ ഇപ്പോൾ ന്യൂസ് സെന്ററിൽ നിന്നും ചേരുന്നു. സൂര്യലാൽ, ഇപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ബദ്ധവൈര്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവിശ്വാസം ഒരു തുടർക്കഥയായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും വാഴത്തോപ്പ്, തൊടുപുഴ, മണക്കാട്, ഇരട്ടയാർ, ഇപ്പോൾ ഇതാ കട്ടപ്പനയിലേക്കും ഇത് വന്നെത്തുകയാണ്. ഏത് രീതിയിലാണ് ഈ ഭരണ പ്രതിസന്ധിയെ വിലയിരുത്തുക? അനിൽ കെ ശിവറാം, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേരള കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള പ്രതിസന്ധികൾ രൂക്ഷമാവുകയും പല മേഖലകളിലും കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസിന് ലഭിക്കുകയുമുണ്ടായി. അവിടെയെല്ലാം തന്നെ LDF അംഗങ്ങൾ കേരള കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇരട്ടയാർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1 മാസം മുമ്പ് തന്നെ കേരള കോൺഗ്രസിന്റെ അംഗമായ ബേബി പതിപ്പള്ളിക്കെതിരെ പ്രസിഡന്റായിട്ടുള്ള ബേബി പതിപ്പള്ളിക്ക് ഉള്ള പിന്തുണ പിൻവലിക്കുന്നതായി അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇനിയുള്ള ബാക്കിയുള്ള അവശേഷിക്കുന്ന കാലഘട്ടം കോൺഗ്രസിന് വിട്ടു നൽകണമെന്നാണ് അവർ ആവശ്യമുന്നയിച്ചിരുന്നത്. അന്നു തന്നെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള രജനി സജി രാജിവെക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ രാജിവെക്കുന്ന കാര്യത്തിൽ നിന്നും പിന്മാറുകയും ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. ഇരട്ടയാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് 7 സീറ്റും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന് 6 സീറ്റും CPM-ന് 1 സീറ്റുമാണുള്ളത്. CPM-ന്റെ 1 സീറ്റാണ് ഇതിനകത്തെ അഭിവാജ്യ ഘടകമായി മാറുക. CPM പ്രതിനിധി എടുക്കുന്ന നിലപാട് ഏറെ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം CPM പ്രതിനിധി വിട്ടുനിൽക്കുകയാണ് എങ്കിൽ അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസ് വിജയിക്കുക തന്നെ ചെയ്യും. കാരണം 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, 1 അംഗത്തിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അവിശ്വാസം വിജയിപ്പിക്കും. എന്നാൽ CPM പ്രതിനിധി കേരള കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സമനിലയിൽ, അതായത് 7-7 എന്നുള്ള അംഗങ്ങളുടെ ഒരു രീതി വരികയും ഈ അവിശ്വാസം പരാജയപ്പെടുകയും ചെയ്യും. എന്നിരുന്നാലും അവിശ്വാസം കൊണ്ടുവന്ന സാഹചര്യത്തിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ അടുത്തയാഴ്ച കോൺഗ്രസിന്റെ അംഗമായിട്ടുള്ള പ്രസിഡന്റ് ജോണി കുളമ്പള്ളിക്കെതിരെ കേരള കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് 8 സീറ്റും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന് 6 സീറ്റും LDF-ന് 6 സീറ്റും സ്വതന്ത്രരായിട്ടുള്ള 2 പേരുമാണ് ഉള്ളത്. ഈ സ്വതന്ത്രരായിട്ടുള്ള 2 പേർ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നാണ് സൂചന. അങ്ങനെ വന്നാൽ കോൺഗ്രസിന് 10 അംഗങ്ങളുടെ പിൻബലമാണ് ഉണ്ടാവുക. LDF-ന്റെ 6 അംഗങ്ങൾ കേരള കോൺഗ്രസിനെ പിന്തുണച്ചാൽ 6ഉം കേരള കോൺഗ്രസിന്റെ 6ഉം LDF-ന്റെ 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 12 അംഗങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം പാസ്സാവുകയും അതുപോലെ തന്നെ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നിരുന്നാലും ഇരട്ടയാറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വരും ദിവസങ്ങളിൽ ഏറെ ചർച്ചകൾക്ക് ഇടവരുത്തുന്ന കാരണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇരട്ടയാറിൽ ഒരു പക്ഷേ കേരള കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയും
കട്ടപ്പനയിൽ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അനിൽ കെ ശിവറാം. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ത്രിതല പഞ്ചായത്ത് ഭരണം അവസാനിക്കുവാൻ കേവലം ഒരു വർഷം പോലും ഇല്ല എന്നിരിക്കെ കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം പ്രസിഡന്റ് പദവിക്കായി നടക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള പ്രതികരണവുമായി റിവ്യൂ ടൈമിൽ പങ്കുചേർന്നത് എസ് സൂര്യലാൽ. മറ്റു വാർത്തയിലേക്ക്. ഫെബ്രുവരി 2-ാം തീയതി ഇടുക്കി ജില്ലയിൽ അടുത്ത പട്ടയ വിതരണം നടക്കുമെന്ന് DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ 10 വില്ലേജുകളിൽ ഉൾപ്പെട്ട 10,000-ഓളം കർഷകർക്ക് പട്ടയത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നും റോയി കെ പൗലോസ് പറഞ്ഞു. വളരെ വലിയ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. ഫെബ്രുവരി മാസം 2-ാം തീയതി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളുടെ പട്ടയ വിതരണ നടപടികൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ തീയതി തീരുമാനിച്ചു കഴിഞ്ഞു. 2-ാം തീയതി ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പട്ടയമേളയ്ക്കായിട്ട് എത്തിച്ചേരുന്നത്. സ്ഥലം എവിടെയാണെന്നുള്ളത് ഇപ്പോൾ ഫൈനലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ രാജാക്കാടാകാം, ചിലപ്പോ പെരിഞ്ഞാകുട്ടിയാകാം. അതേതാണ് എന്നുള്ളത് ഗവൺമെന്റ് ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. രാജാക്കാട് വേണമെന്നുള്ളത് ഇവിടെ നിന്ന് ആവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സ്ഥലം എവിടെയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്ന ഏതാണ്ട് 4-5 പതിറ്റാണ്ടായിട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് മുമ്പിൽ 10 വില്ലേജുകളിലെ ഈ ജില്ലയിലെ 10 വില്ലേജുകളാണ് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിൽ വരുന്നത്. 10 വില്ലേജുകളിലെ ജനങ്ങൾ മാറി വരുന്ന ഗവൺമെന്റുകൾ മുമ്പാകെ ആവശ്യപ്പെട്ടെങ്കിലും ഒരു ഗവൺമെന്റിനെ കൊണ്ടും കഴിയാതിരുന്ന കാര്യമാണ് ഈ ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു. ഏകദേശ കണക്കനുസരിച്ച് 10,000-ലേറെ കുടുംബങ്ങൾക്കാണ് ഈ 10 വില്ലേജുകളിലായിട്ട് ഇതിന്റെ പട്ടയം മൂലം ഉള്ള പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്. അതിനാകെയുള്ള ഒരു ന്യൂനത ഇപ്പൊ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതിന്റെ വരുമാന പരിധി 1 ലക്ഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ ബാധിക്കത്തുള്ളൂ. മറ്റ് കൃഷിക്കാരെ ആരെയും ബാധിക്കത്തില്ല. അതുകൊണ്ട് അത് നേരത്തെ ഉണ്ടായിരുന്നത് 30,000 ആയിരുന്നു എന്നുള്ള കാര്യവും മറക്കരുത്. 30,000 ആയിരുന്നതാണ് നവംബർ മാസം 1-ാം തീയതിയിലെ ഉത്തരവനുസരിച്ച് 1 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചത്. അപ്പൊ ചിലരതിനെ ഒരു ദുർവ്യാഖ്യാനം ചെയ്ത് 1 ലക്ഷമാക്കി നിജപ്പെടുത്തി എന്ന് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. നിജപ്പെടുത്തി എന്ന് പറയുമ്പോൾ നേരത്തെ എങ്ങാണ്ട് കൂടുതൽ ഉണ്ടായിരുന്നത് കുറച്ച് നിജപ്പെടുത്തി എന്നൊരു തെറ്റിദ്ധാരണയാണ് ആളുകളുടെ മനസ്സിലേക്ക് ഉണ്ടാകുക. എന്നോട് തന്നെ പലരും ചോദിച്ചപ്പോൾ എത്രയായിരുന്നു, കൂടുതൽ ഉണ്ടായിരുന്നതാണോ, ഇപ്പൊ കുറച്ചതാണോ? യഥാർത്ഥത്തിൽ 30,000 ആയിരുന്നു. അങ്ങനെ പട്ടയം കിട്ടാനുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ വാർഷിക വരുമാന പരിധി 30,000 ആയിരുന്നു. ആ 30,000 1 ലക്ഷമാക്കി ഗവൺമെന്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് നവംബർ മാസത്തിലെ ഉത്തരവിലൂടെ. അതുകൊണ്ടത് കൂടുതൽ സഹായകരമാണ്. പക്ഷേ ഇനി അതിനും മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ എത്ര ആളുകളെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അതിന് പോകുംവഴി എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ഗവൺമെന്റ് മുമ്പാകെ സമീപിക്കാം. ഇതാണ് എനിക്കത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ ഭൂമിക്ക് പട്ടയം നൽകുവാനുള്ള നടപടി വീണ്ടും ജീവൻ വയ്ക്കുമ്പോൾ ഭൂവുടമകളിൽ പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കകളും ഉയരുകയാണ്. ജില്ലയിലെ 10 വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ കർഷകരാണ് പതിറ്റാണ്ടുകളായി പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ കർഷകർക്ക് പട്ടയം നൽകുവാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം നടന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ അറിയിച്ചിരുന്നു. 2000 പട്ടയങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ജനുവരി 15ഓടെ പട്ടയങ്ങൾ തയ്യാറാക്കുന്ന നടപടികൾ പൂർത്തിയാക്കാനാണ് റവന്യൂ വകുപ്പിന്റെ ശ്രമം. മുരിക്കാശ്ശേരി ഭൂപതിവ് തഹസീൽദാർക്ക് ലഭിച്ച 1953 പട്ടയ അപേക്ഷകളിൽ 1204 എണ്ണത്തിന്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിൽ ലഭിച്ച 1225 അപേക്ഷകൾ പൂർണ്ണമായും ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കിയതാണ്. ജനുവരി 2-നുള്ളിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ യോഗം ചേർന്ന് രേഖകൾ പരിശോധിച്ച് അംഗീകാരം നൽകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അസൈൻമെന്റ് കമ്മിറ്റി നൽകുന്ന രേഖകൾക്ക് ജനുവരി 4-ന് കളക്ടർ അംഗീകാരം നൽകാനും തീരുമാനിച്ചിരുന്നു. നിലവിൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിൽ 10,000-ലേറെ കർഷകരാണ് പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. നിലവിൽ ആദ്യഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായ 2000 പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്ന് റവന്യൂ അധികൃതർ പറയുമ്പോഴും ബാക്കി കർഷകർക്ക് എപ്പോൾ പട്ടയം ലഭിക്കുമെന്നതാണ് കർഷകരിൽ ആശങ്ക ജനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരട്ടയാർ ഉൾപ്പെടെയുള്ള 10 ചെയിൻ മേഖലകളിൽ പട്ടയ നടപടികൾ ആരംഭിക്കാത്തതും ജില്ലയിലെ കർഷകരുടെ പട്ടയമെന്ന സ്വപ്നത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയം ഫെബ്രുവരി 2-ന് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശത്തെ കർഷകർക്ക് പട്ടയമേളയിലൂടെ മുഖ്യമന്ത്രി പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരി 2-ാം വാരത്തിലായിരിക്കും പട്ടയമേള എന്നാണ് റോഷി അഗസ്റ്റിൻ MLA നൽകുന്ന സൂചനകൾ. പട്ടയമേളയുടെ തീയതിയിൽ വ്യക്തതയില്ലാത്തതും കർഷകരിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. KM സുനോബി, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. കുമളി ചെക്ക് പോസ്റ്റിന് സമീപം തമിഴ്നാട് ഫോറസ്റ്റ് ഗാർഡുകളും കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിൽ കയ്യാങ്കളി. തമിഴ്നാട് ഉദ്യോഗസ്ഥർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ മദ്യം കഴിക്കുന്നത് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. ഇന്നലെ വൈകിട്ട് 6:30ഓടെ തമിഴ്നാട്ടിൽ നിന്നും ഫോറസ്റ്റ് ഗാർഡ് ട്രെയിനികളായ 10 പേരടങ്ങുന്ന സംഘമാണ് തേക്കടി സന്ദർശിക്കുവാൻ 2 വാഹനങ്ങളിലായി കുമളിയിലെത്തിയത്.
ആമപ്പാർക്ക് വരെ മാത്രമേ വാഹനങ്ങളിൽ സഞ്ചരിക്കുവാൻ കഴിയൂ എന്ന് കേരളത്തിന്റെ വനപാലകർ നിർദ്ദേശിച്ചതോടെ ഇവിടെ വാഹനമൊതുക്കി സംഘം കാടിനുള്ളിൽ കയറി മദ്യപിക്കുകയായിരുന്നു. ഇത് അനുവദിക്കില്ലെന്ന നിലപാടെടുത്ത കേരളത്തിന്റെ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെ ഇവർ ഭീഷണി മുഴക്കി. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. തമിഴ്നാട്ടിൽ കേരളത്തിലെ വാഹനങ്ങൾ തടയുമെന്ന് ഭീഷണി മുഴക്കിയ തമിഴ്നാട് സംഘത്തെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി IBയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജോൺ മാത്യു, സഞ്ജയ് കുമാർ IFS തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കുമളി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പുതുവത്സര പദ്ധതിയായ സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതിക്ക് തുടക്കമായി. ഇടുക്കി MP ജോയ്സ് ജോർജ് സ്നേഹസ്പർശം ഉദ്ഘാടനം ചെയ്തു. നിർധനരായ ജനങ്ങൾക്ക് മരുന്നിനോ ഭക്ഷണത്തിനോ പണമില്ലാതെ വന്നാൽ അവർക്ക് യഥാസമയം സഹായം ലഭ്യമാക്കുന്നതിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് വാഴത്തോപ്പ് പഞ്ചായത്ത് പുതുവർഷത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. അടിയന്തര ഘട്ടങ്ങളിൽ പഞ്ചായത്ത് മെമ്പറുടെ ശുപാർശയോടെ മരുന്നോ ഭക്ഷണ സാധനങ്ങളോ വാങ്ങി നൽകുന്ന ഈ പുതിയ പദ്ധതി തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജോ ജോസ് തടത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP ജോയ്സ് ജോർജ് സ്നേഹസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ സഹായ വിതരണം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ നിർവഹിച്ചു. ആദ്യ ധനസഹായം ഇടുക്കി ADM VR മോഹനൻപിള്ള, ചെറുതോണി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ കുന്നേലിൽ നിന്നും സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോർജി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ P രാജൻ, PT സദാശിവൻ, ടോമി കൊച്ചുകുടി, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വഞ്ചിത്താനം തണ്ടാശ്ശേരി മണ്ണൂർ റോഡിന്റെ ശിലാഫലകം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ടൗണിന്റെ സമീപ മേഖലകളിലെ വികസനത്തിൽ വിറളി പൂണ്ടവരാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ പരാതി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം 2 വർഷം മുമ്പാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വഞ്ചിത്താനം തണ്ടാശ്ശേരി മണ്ണൂർ റോഡ് നിർമ്മിച്ചത്. പ്രദേശവാസികളുടെ നിരവധി കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു ഗതാഗതയോഗ്യമായ ഒരു റോഡ് എന്നത്. കുണ്ടും കുഴിയും രൂപപ്പെട്ട് ചെളി നിറഞ്ഞ ഈ റോഡിലൂടെ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് ഈ റോഡിന് മുൻഗണന നൽകി ജാൻസി ബേബിയുടെ നേതൃത്വത്തിൽ റോഡ് ഗതാഗതയോഗ്യമാക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് സ്ഥാപിച്ചിരുന്ന ശിലാഫലകമാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന, ഇപ്പം നമ്മുടെ ഈ വാർഡിന് മെമ്പർ ആയിരുന്ന പഞ്ചായത്ത് മെമ്പർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്ന് അവരൊരു പ്രത്യേക ഫണ്ടുണ്ടാക്കി പഞ്ചായത്തിൽ നിന്നും അധികൃതരെ ഈ കാര്യം ബോധിപ്പിക്കുകയും അധികൃതർ വന്ന് ഈ റോഡ് കാണുകയും ചെളിക്കൊണ്ട് നിറഞ്ഞു കിടന്ന ഈ റോഡ് ശ്രീ ഉമ്മൻചാട്ടൻ്റെയും ഈ നാട്ടിലെ കുറേ സ്ഥലവാസികളെല്ലാം കൂടെ കൂടി ഞങ്ങളെല്ലാം കൂടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് അത് പിന്നെ പഞ്ചായത്ത് സറണ്ടർ ചെയ്തെടുക്കുകയും ഈ കുണ്ടും കുഴിയും കിടത്ത് പറഞ്ഞ് ചെളി നിറഞ്ഞ ഈ റോഡ് പിന്നെ സഞ്ചാരയോഗ്യമാക്കി തന്ന് അതിന് ഒരു ശിലോഫലകം ഇവിടെ പഞ്ചായത്തിൻ്റെ പേരിൽ ഒരു ശിലോഫലകം നാട്ടിൽ ഇവിടെ വെച്ചതാണ്. ഈ ശിലോഫലകം നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധം എന്ന് പറയുന്നതല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം ഒരിക്കലും ഒരാൾക്കും ഒരാളുടെ വീട് കയറി ആക്രമിക്കുന്ന പോലെയാണ് ഒരു നമ്മുടെ പൊതുമുതല് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. ഒരു മേഖലയുടെ വികസനത്തിന് ഏറെ നിർണായകമാണ് ഗതാഗതയോഗ്യമായ റോഡ് എന്നത്. എന്നാൽ വികസനത്തിൽ വിളറിപൂണ്ട സാമൂഹ്യവിരുദ്ധർ ഇത്തരം ചെയ്തികളിലൂടെ നാടിന് അപമാനമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇഞ്ചിയുടെ വിലയിടിവ് കാരണം ഇഞ്ചി കർഷകർ വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഒരു വർഷം മുൻപ് കിലോയ്ക്ക് 200 രൂപ വിലയുണ്ടായിരുന്ന ഇഞ്ചിക്ക് ഇപ്പോൾ കിലോയ്ക്ക് 15 രൂപ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 25 വർഷമായി ഇഞ്ചി കൃഷിയിൽ സജീവനായിരുന്ന കോടാലിപ്പാറ കടവനാപ്പുഴ ശശിധരനാണ് ഇഞ്ചിയുടെ വൻ വിലയിടിവ് കാരണം പ്രതിസന്ധിയിലായിരിക്കുന്നത്. 3 ലക്ഷം രൂപ മുടക്കിയാണ് ശശിധരൻ കഴിഞ്ഞ വർഷം വിളവിറക്കിയത്. വിളവ് ഇറക്കിയ സമയത്ത് 1 കിലോ ഇഞ്ചിക്ക് 200 രൂപ വരെ വിലയുണ്ടായിരുന്നതായി ഇദ്ദേഹം ഓർക്കുന്നു. വിളവിറക്കി കുറച്ചു ദിവസം കഴിഞ്ഞതോടെ ക്രമാതീതമായി വില കുറയാൻ തുടങ്ങി. വില കൂടുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും പണം മുടക്കി ജോലിക്ക് ആളെ നിർത്തി വളവും മറ്റു ജോലികളും ഇഞ്ചി കൃഷിക്ക് വേണ്ടി ചെയ്തു. എന്നാൽ വിളവെടുക്കുവാൻ ഇപ്പോൾ സമയമായതോടെ 1 കിലോ ഇഞ്ചിക്ക് വില 15 രൂപ മാത്രമാണ്. ഒരേക്കർ സ്ഥലത്ത് കൃഷി ഇറക്കിയ ഇദ്ദേഹത്തിന് 10,000 രൂപ പോലും ഇപ്പോൾ വിളവെടുത്താൽ ലഭിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വില കണ്ടുകൊണ്ട് കൃഷി ചെയ്ത ഒരു കൃഷിയാണ് അത്. കടം മേടിച്ചുമൊക്കെ ആയിട്ട് 1.5 ലക്ഷം രൂപ മുടക്കാം. ഈ 10-30 കിലോ ഇഞ്ചി മേടിച്ച് നമ്മൾ നട്ടപ്പളത്തേന് നട്ട് അതിൻ്റെ ബാക്കി കൃഷി ഇന്നിപ്പോൾ പറിക്കാറായില്ലേ. പറിക്കാറായപ്പോൾ 200 രൂപ അന്ന് വിലയുള്ള സാധനം ഇന്നിപ്പം 10 രൂപ 15 രൂപ വിലയിലേക്ക് പോയപ്പോൾ അത് നമ്മളൊരു ആത്മഹത്യയുടെ വക്കില. ഇത് ഈ കൃഷി പരിചയതോടെ അരഞ്ചി നിന്നുപോകും ഇതുപോലെ വില കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. കർണാടകയിൽ നിന്നും വൻതോതിൽ ഗുണനിലവാരമില്ലാത്ത ഇഞ്ചി കേരളത്തിലെത്തുന്നതാണ് ഇവിടുത്തെ ഇഞ്ചിക്ക് വില കുറയാൻ കാരണം. പുറത്തുനിന്നും വരുന്ന ഇഞ്ചി വളരെ വില കുറച്ച് ലഭിക്കുന്നതിനാൽ വ്യാപാരികൾ കൂടുതലായും അന്യസംസ്ഥാന ഇഞ്ചിയാണ് വിപണിയിൽ വിറ്റഴിക്കുന്നത്. ഇഞ്ചിയുടെ
വിലക്കുറവിനോടൊപ്പം ജലലഭ്യതക്കുറവും കൃഷിയെ ബാധിക്കുന്നതായി ശശീന്ദ്രൻ പറയുന്നു. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നോ മറ്റും യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നും ശശീന്ദ്രന് പരാതിയുണ്ട്. ഭാര്യയും 3 മക്കളുമുള്ള ശശീന്ദ്രൻ ഇഞ്ചി വിലക്കുറവ് കാരണം ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇടുക്കി നെറ്റ് ന്യൂസ് ഉപ്പുതറ. കേരളത്തിന്റെ സാമുദായിക മുന്നേറ്റങ്ങൾക്ക് അടിത്തറ പാകിയ ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ 136ാം ജന്മദിനമാണ് ഇന്ന്. NSSന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം രാഷ്ട്രീയ രംഗത്തും തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയ സമുദായ നേതാവായിരുന്നു മന്നത്ത് പത്മനാഭൻ. 1878 ജനുവരി 2 വാകത്താനം നീലവന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതി അമ്മയുടെയും മകനായി പെരുന്ന മന്നത്ത് തറവാട്ടിലായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ജനനം. അധ്യാപകനായായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1893 15ാം വയസ്സിൽ കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയാർ പള്ളിക്കൂടത്തിൽ 2ാം വാദ്യാരായി ജോലിയിൽ പ്രവേശിച്ച മന്നം 1905 ചങ്ങനാശ്ശേരി മിഡിൽ സ്കൂളിൽ നിന്ന് അധ്യാപന വൃത്തിയോട് വിട പറഞ്ഞു. തുടർന്ന് 1906 മജിസ്ട്രേറ്റ് പരീക്ഷ പാസായി വക്കീൽ കുപ്പായമണിഞ്ഞു. നായർ സമുദായ അംഗങ്ങളെ ഒന്നിച്ചു ചേർക്കുവാനായി ശ്രമിച്ച കൈനികര ഗോവിന്ദപിള്ളയുടെ പിൻഗാമിയായാണ് മന്നം സമുദായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. 1912 ഭാര്യ കല്യാണിയമ്മയുടെ നിര്യാണത്തിന് ശേഷം 1 വർഷം നീണ്ട തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മന്നം പിന്നീട് സമുദായ പ്രവർത്തനത്തിൽ സജീവമായി. 1914 മന്നം ഉൾപ്പെടെ 14 പേർ ചേർന്ന് രൂപീകരിച്ച നായർ സമുദായ ഭൃതൃജന സംഘമാണ് പിന്നീട് NSS ആയി മാറിയത്. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ NSSന്റെ ആദ്യ സ്കൂൾ തുടങ്ങിയതിനു പിന്നിലെ പ്രേരക ശക്തിയും മന്നത്ത് പത്മനാഭനായിരുന്നു. നായർ സമുദായത്തിന് വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന തിരിച്ചറിവാണ് NSSന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ മന്നത്ത് പത്മനാഭന് പ്രേരണ നൽകിയത്. സമുദായ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹ്യ പരിഷ്കരണ രംഗത്തും മന്നം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള റോഡിൽ അയിത്തജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതായുള്ള ബോർഡ് എടുത്തു മാറ്റുന്നതിനും അയിത്തോച്ചാടനത്തിനുമായി നടന്ന 1924 വൈക്കം സത്യാഗ്രഹത്തിന് മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് കൂടി പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് 1931 നവംബർ 1 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കമ്മിറ്റിയുടെ പ്രസിഡന്റും പ്രചാരണ കമ്മിറ്റിയുടെ നായകനും മന്നത്ത് പത്മനാഭനായിരുന്നു. ദിവാൻ സർ CP രാമസ്വാമി അയ്യർ ഐക്യ തിരുവിതാംകൂർ എന്ന ആശയത്തിനെതിരെ കോൺഗ്രസുമായി ചേർന്ന് സമരം സംഘടിപ്പിച്ചുകൊണ്ടാണ് മന്നം തന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ആരംഭിച്ചത്. ഇതോടെ NSSന്റെ പ്രസിഡന്റ് പദവി അദ്ദേഹം ഒഴിഞ്ഞു. 1959 ജൂലൈ 31 ആദ്യ കേരള മന്ത്രിസഭയ്ക്ക് അകാല മൃത്യു സമ്മാനിച്ച വിമോചന സമരത്തിന്റെ ശക്തിധ്രുവവും മന്നത്ത് പത്മനാഭനായിരുന്നു. വിമോചന സമരം നടന്ന 1959 തന്നെയാണ് അദ്ദേഹത്തിന് ഭാരത കേസരി പട്ടം ലഭിച്ചത്. 1966 പത്മഭൂഷൺ നൽകി രാജ്യം ഈ സമുദായാചാര്യനെ ആദരിച്ചു. 1970 ഫെബ്രുവരിയുടെ തുടക്കത്തോടെ 9 പതിറ്റാണ്ടുകൾ പിന്നിട്ട അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രോഗങ്ങൾ കൂടുതൽ ശക്തിയോടെ പിടിമുറുക്കി. ഫെബ്രുവരി 25 92ാം വയസ്സിലായിരുന്നു മന്നത്ത് പത്മനാഭന്റെ അന്ത്യം. മന്നം ജയന്തി ഔദ്യോഗികമായി പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ മന്നം ജയന്തി ആഘോഷങ്ങളായിരുന്നു ഇന്നത്തേത്. KM സിനോബി, കൾച്ചറൽ ഡെസ്ക്, ഇടുക്കി നെറ്റ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ജില്ലാ ആസ്ഥാനത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്നു. പ്രതിമാസം 1,80,000 രൂപ ചിലവിലാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നത്. അൻപത് വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattapana. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി
ടെക്സ്റ്റൈൽസ്, സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ജില്ലാ ആസ്ഥാനത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാവുകയാണ്. പ്രതിമാസം 1,80,000 രൂപ ചിലവിട്ടാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതെങ്കിലും നാടിന് പ്രയോജനം ലഭ്യമാകുന്നില്ലെന്നാണ് വ്യാപകമായ ആക്ഷേപം. ഇടുക്കി ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിലെ പ്രധാന ടൗണുകളെല്ലാം മാലിന്യം കൊണ്ട് മൂടിയിട്ടും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു കുലുക്കവുമില്ലെന്ന് പരാതി ഉയർന്നു കഴിഞ്ഞു. യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. ഈ റോഡ് സൈഡിൽ കൊണ്ടുവന്നല്ല ഇടയില്ല, വേറെ മാർഗമൊന്നുമില്ല. അതിന് വീടും വിട്ട് തരാൻ പറ്റിയല്ലോ. ഇത്രയും സൗകര്യം നമുക്കിവിടെ ഉള്ളൂ. പഞ്ചായത്തുകാർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 1.25 ലക്ഷം രൂപ മുടക്കി മാസം വേസ്റ്റ് എടുക്കാനുള്ള ആളിനെ പഞ്ചായത്തിൽ നിന്ന് വിടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വരാറില്ല. പ്രധാന ടൗണുകളിലൊന്നായ പൈനാവ് തന്നെയാണ് മാലിന്യക്കെടുതി ഏറ്റവും അധികം അനുഭവിക്കുന്നത്. പൈനാവിനോട് ചേർന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സുകൾക്ക് ചുറ്റും മാലിന്യം കൂടിക്കിടക്കുകയാണ്. റോഡ് വക്കിലും മാലിന്യ കൂമ്പാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. മാലിന്യം നിക്ഷേപിക്കുവാൻ സാധാരണയായി പഞ്ചായത്ത് സ്ഥാപിക്കുവാറുള്ള വേസ്റ്റ് ബിൻ ഇവിടെയില്ല. മാസങ്ങളായി ഇവിടെ നിന്നും മാലിന്യം എടുത്തു മാറ്റാത്തത് ടൗണിലെ വ്യാപാരികൾക്കും ക്വാർട്ടേഴ്സുകളിലെ നൂറുകണക്കിന് താമസക്കാർക്കും ദുരിതം വിതയ്ക്കുകയാണ്. ഓരോ മാസവും ലക്ഷങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ചെലവിടുന്ന വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നാൽ ഇതൊന്നും കണ്ടഭാവം നടിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിസ്സംഗതയ്ക്കെതിരെ ജനരോഷം ശക്തമായി കഴിഞ്ഞു. സ്വരാജ് ചന്ദ്രൻ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതി ജനങ്ങൾക്ക് കൈത്താങ്ങാകുന്നു. സ്വജൽധാര എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് 155 കുടുംബങ്ങൾക്ക് ശുദ്ധജലം ഒരുക്കുന്നതിനൊപ്പം തന്നെ സഹായങ്ങളും എത്തിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ ജോലി ലഭിച്ചതിന് ശേഷം സ്വജൽധാര കുടിവെള്ള പദ്ധതിയുടെ സെക്രട്ടറിയെ പ്രവർത്തിക്കുന്ന റോയ് ജോൺ മാങ്കോട്ടത്തിന് തോന്നിയ ആശയമാണ് ഇന്ന് 155 പരം കുടുംബങ്ങളിൽ ശുദ്ധജലം എത്താൻ കാരണമായിരിക്കുന്നത്. 2006 ചന്ദ്രൻ സിറ്റിയിൽ സ്വജൽധാര എന്ന പേരിൽ ശുദ്ധജല പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ഈ പദ്ധതിക്കായി പഞ്ചായത്തിൽ നിന്നും 9 ലക്ഷം രൂപ അനുവദിച്ചു. തുടർന്ന് ഈ തുക ഉപയോഗിച്ച് 55 കുടുംബങ്ങൾ ചേർന്ന് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി സ്ഥലം വാങ്ങി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ഒരു കുളം നിർമ്മിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ കുടിവെള്ളത്തിന് ആവശ്യക്കാർ കൂടി വന്നപ്പോൾ കമ്മിറ്റി അംഗങ്ങൾ കൂടിയാലോചിച്ച് 2 കുഴൽക്കിണറും ഒരു കുളവും കൂടി നിർമ്മിച്ചു. തുടർന്ന് 155 ഭവനങ്ങളിലേക്ക് സ്വജൽധാര ജലം എത്തിച്ചു തുടങ്ങി. ആധുനിക രീതിയിലാണ് സ്വജൽധാര ഓരോ വാട്ടർ കണക്ഷനുകളും വീട്ടുകളിൽ എത്തിക്കുന്നത്. 155 കുടുംബങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനാൽ വൻ വിജയമാണ് സ്വജൽധാരയ്ക്ക് ലഭിക്കുന്നത്. ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി പണി ആരംഭിച്ചാണ്. 2007 മുതൽ പ്രവർത്തിച്ചു വരുന്നു. ഇത് തുടങ്ങിയ കാലത്ത് 100 കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം എത്തിച്ചിരുന്നത്. ഇപ്പോൾ അത് കൂടി വന്ന് 156 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കഴിഞ്ഞ 7 വർഷമായിട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ശേഷി പല ഘട്ടങ്ങളിലായിട്ട് സമിതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാട്ടർ ഷെഡിൻ്റെ സഹായത്തോടുകൂടി ആദ്യം രണ്ടാമതൊരു കുളം, സമിതി അംഗങ്ങളുടെ ഫണ്ട് കൊണ്ട് 3 കുഴൽക്കിണർ, അതിനകത്തെല്ലാം മോട്ടർ, സമിതി അംഗങ്ങളുടെ ധനസഹായത്തോടുകൂടി
സമിതിയുടെ ഓഫീസ്, കാലാകാലങ്ങളിൽ വേണ്ട മെയിൻ്റനൻസ്, അങ്ങനെ നിരവധി നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുടിവെള്ള സമിതി 156 വീടുകൾക്ക് കുടിവെള്ളം എത്തിച്ച് മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്നത്. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒന്നുചേർന്ന് പഠന ധനസഹായവും PSC കോച്ചിംഗ്, പച്ചക്കറിത്തോട്ടം, പച്ചക്കറി തൈകൾ വിതരണം, ആശുപത്രി ധനസഹായങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ എല്ലാ വർഷവും നടത്തിവരുന്നുണ്ട്. പല കുടിവെള്ള പദ്ധതികളും ജനങ്ങൾക്ക് പ്രയോജനം നൽകാതെ പൂട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാരുടെ ഒന്നുചേരലിൽ രൂപം കൊണ്ട സ്വജൽധാര മാതൃകയാകുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ കുടുംബങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിനോടൊപ്പം സാധാരണക്കാരന് പ്രയോജനം നൽകുന്ന പല പദ്ധതികളും ആരംഭിക്കാനാണ് സ്വജൽധാരയിലെ ഓരോ അംഗങ്ങളുടെയും തീരുമാനം. വിപിൻ ജോയ്, ഇടുക്കി നെറ്റ് ന്യൂസ്, ഉപ്പുതറ. കുട്ടിക്കർഷകരുടെ വിളപ്രദർശനം ശ്രദ്ധേയമാകുന്നു. തൊടുപുഴ കാർഷിക മേളയോടനുബന്ധിച്ച് നെടിയശാല സെന്റ് മേരീസ് UP സ്കൂളിലെ കുട്ടിക്കർഷകരാണ് ഏവരുടെയും പ്രശംസയ്ക്ക് പാത്രമാകുന്നത്. നെടിയശാല സെന്റ് മേരീസ് UP സ്കൂളിലെ കുട്ടിക്കർഷകരുടെ വിളപ്രദർശനം കാർഷിക മേളയിൽ ശ്രദ്ധേയമാവുകയാണ്. ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത് തങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊച്ചുകുട്ടികൾ എല്ലാവർക്കും പ്രചോദനമാകുന്നു. സ്കൂളിലെ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് അധ്യാപകരുടെ സഹായത്തോടുകൂടി കൃഷി നടത്തുന്നത്. ഇത് നെടിയശാല സെന്റ് മേരീസ് UP സ്കൂളിൽ ഉൽപ്പാദിപ്പിച്ച വെണ്ടയാണ്. പേര് ആനക്കൊമ്പൻ വെണ്ട എന്നാണ്. ഇതിൽ ഞങ്ങൾ സഹകരിക്കുന്നത് സീഡ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സെലിൻ ടീച്ചറും ജോബിൻ സാറുമാണ് ഇതിന് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കാർഷിക മേള സന്ദർശിക്കാൻ വരുന്ന മുതിർന്ന കർഷകർ പോലും തങ്ങളുടെ സംശയങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. അതിന് ശരിയായ രീതിയിലുള്ള മറുപടി അവർ നൽകുന്നത് കൗതുകപരവും ശ്രദ്ധേയവുമാണ്. കൂടുതൽ സ്കൂളുകളിലേക്ക് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാർഷിക രംഗത്തേക്ക് കുട്ടികളെ ആകർഷിക്കുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് ഈ കുട്ടി കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. BJP കട്ടപ്പന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു. കട്ടപ്പനയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം BJP സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ നിർവഹിച്ചു. BJPയുടെ സംഘടനാശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായാണ് കട്ടപ്പനയിൽ പുതിയ പ്രവർത്തകർക്ക് അംഗത്വം വിതരണം ചെയ്തത്. BJP കട്ടപ്പന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലാണ് അംഗത്വ വിതരണം നടന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് വന്ന തോമസ് മരുന്നിങ്കൽ, ടോംസി ജോസഫ്, PS ബാബു എന്നിവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും യുഗം അവസാനിച്ചിരിക്കുകയാണ്. ഇത് BJPയുടെ യുഗമാണ്. 2015 ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറാനുള്ള തീവ്രമായ യത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനമാണ് രാജ്യമെമ്പാടും നടക്കുന്നത്. യോഗത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് വിജയപ്പൻ കാരുവേലിൽ, തങ്കച്ചൻ പൊരിയിടം, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് VS രതീഷ്, PN ചെല്ലപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പനയിലെ വിവിധ ലയൺസ് ക്ലബ്ബുകളും മുത്തൂറ്റ് ഫിനാൻസും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 10-ാം തീയതി കട്ടപ്പന ITI ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പനയിലെ ലയൺസ് ക്ലബ്ബുകളായ ലയൺസ് ക്ലബ്ബ് കട്ടപ്പന, കാടമം വാലി, കട്ടപ്പന ലൈറ്റ്സ്, കട്ടപ്പന ടൗൺ എന്നീ ലയൺസ് ക്ലബ്ബുകളും മുത്തൂറ്റ് ഫിനാൻസും സംയുക്തമായി 4-ാം തീയതി ഞായറാഴ്ച കട്ടപ്പന ITA ലയൺസ് ക്ലബ്ബ് ഹാളിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രാവിലെ 6 മണി മുതലായിരിക്കും ക്യാമ്പ് നടക്കുക. ആധുനിക ലോകത്തിലെ മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളും തെറ്റായ ജീവിതശൈലികളും നിമിത്തം വളരെയധികം ആളുകൾ വൃക്കരോഗത്തിന് അടിമകളാകുന്നു. അനേകം കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന ഇത്തരം രോഗങ്ങൾ ജനങ്ങൾക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികളും രോഗനിർണയവുമാണ് ക്യാമ്പിൽ ചർച്ച ചെയ്യുക. കൂടാതെ ബോധവൽക്കരണ ക്ലാസുകളും ഉണ്ടാകും. ഹൈറേഞ്ചില് ക്യാൻസർ രോഗവും വൃക്കരോഗവും വളരെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ രോഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മൂർധന്യാവസ്ഥയിലെത്തിയതിനു ശേഷം മാത്രമേ ഈ രോഗം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, വൃക്കരോഗത്തെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വൃക്കരോഗമുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിന് സാധിക്കും. സൗജന്യ ഡയാലിസിസും സഹായങ്ങളും ക്യാമ്പ് വഴി ലഭ്യമാണ്. ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ഫോൺ വഴിയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 150 പേർക്കായിരിക്കും അവസരമുണ്ടാകുക. താല്പര്യമുള്ളവർ 9496338656 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പന നടന്ന വാർത്താ സമ്മേളനത്തിൽ KN ശിവരാജൻ, KV സോമൻ, KV ജയമോൻ, VV കുര്യൻ എന്നിവർ പങ്കെടുത്തു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തേക്കടിയിൽ സഞ്ചാരികളുടെ തിരക്കേറി. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ലഭിക്കാത്തത് സന്ദർശകർക്ക് തിരിച്ചടിയാകുകയാണ്. കുമളിയിലെ ഹോട്ടലുകളും നിറഞ്ഞു കവിഞ്ഞു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ചാണ് കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിൽ വൻ സന്ദർശന തിരക്ക് അനുഭവപ്പെടുന്നത്.
വിദേശീയരും സ്വദേശീയരുമായ ആയിരക്കണക്കായ സഞ്ചാരികളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്. ഇതുകൂടാതെ അന്യസംസ്ഥാനത്തു നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തരും സന്നിധാനത്ത് ദർശനം നടത്തിയ ശേഷം മടങ്ങുമ്പോൾ തേക്കടിയിൽ സന്ദർശിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളെക്കാൾ ഈ സീസണിൽ സന്ദർശകരുടെ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. തേക്കടി തടാകത്തിലൂടെയുള്ള ബോട്ടിംഗും പെരിയാർ ടൈഗർ റിസർവിലെ അപൂർവ കാഴ്ചകളും സാഹസിക യാത്രയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 120 അടിയിലേക്ക് താഴ്ന്നു തുടങ്ങിയതോടെ ഉൾവലിഞ്ഞ വന്യമൃഗങ്ങൾ ഇപ്പോൾ തീരങ്ങളിലെ പ്രധാന കാഴ്ചയാണ്. ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനുള്ള പ്രധാന ഘടകവുമാണ്. എന്നാൽ ബോട്ട് ടിക്കറ്റ് ലഭ്യമല്ലാതായതോടെ ജലയാത്ര നടത്തുവാൻ കഴിയാതെ സന്ദർശകർ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. രാവിലെ 10 മണിയോടെ അവസാന സർവീസ് വരെയുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയാണ് ചെയ്യുന്നത്. രാവിലെ 2ഉം ഉച്ചതിരിഞ്ഞ് 1 സർവീസുമാണ് തേക്കടി തടാകത്തിലുള്ളത്. 225 രൂപ നിരക്കാണ് ടിക്കറ്റിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബസ്സിന് 70ഉം ഒരാൾക്ക് 5ഉം എന്നിങ്ങനെ എൻട്രൻസ് ഫീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുമളിയിലെയും തേക്കടിയിലെയും ഹോട്ടലുകളിൽ റൂമുകൾ ലഭ്യമല്ലാത്തതും സഞ്ചാരികൾക്ക് തിരിച്ചടിയായി കഴിഞ്ഞു. പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ തേക്കടിയിലും കുമളിയിലും മണിക്കൂറുകൾ നീളുന്ന വൻ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഓരോ ദിവസവും തേക്കടി സന്ദർശിക്കുവാനെത്തുന്ന സഞ്ചാരികൾ നിരാശയോടെ മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കുമളിയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കുമളി. മറയൂരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വനവിഭവങ്ങളോടൊപ്പം സമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി വനശ്രീ ഇക്കോ ഷോപ്പ് ശ്രദ്ധേയമാകുന്നു. മറയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപം സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി നേച്ചർ പാർക്കിലാണ് വനശ്രീ ഇക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നത്. മറയൂർ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ എക്കോ ഷോപ്പിന്റെ പ്രവർത്തനം. വനങ്ങളിൽ നിന്ന് ആദിവാസികൾ ശേഖരിക്കുന്ന വനവിഭവങ്ങളാണ് ഈ ഷോപ്പിന്റെ മുഖ്യ ആകർഷണം. ആദിവാസി വനവിഭവങ്ങളായ നെല്ലിക്ക, കാട്ടുപടവലം, കടുക്ക, റാഗി, തേൻ, പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളായ ചന്ദനത്തൈലം, പുൽത്തൈലം എന്നിവയെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ചന്ദനത്തൈലം 2 ഗ്രാം, 5 ഗ്രാം, 10 ഗ്രാം എന്നീ അളവുകളിൽ ലഭിക്കും. 2 ഗ്രാമിന് 300 രൂപ, 5 ഗ്രാം കുപ്പിക്ക് 1500 രൂപ, 10 ഗ്രാം കുപ്പിക്ക് 3500 രൂപ എന്നിങ്ങനെയാണ് ചന്ദനത്തൈലത്തിന്റെ വില. വൻതേനിന് കിലോഗ്രാമിന് 350 രൂപയ്ക്കും ചെറുതേനിന് കിലോഗ്രാമിന് 1250 രൂപയ്ക്കും ഇക്കോ ഷോപ്പിൽ നിന്ന് ലഭിക്കുമെന്ന് ഷോപ്പ് മാനേജർ സന്ധ്യ എഡിക്കിനെറ്റിനോട് പറഞ്ഞു. ഇവിടെ മെയിനായിട്ട് മറയൂർ ചന്ദന ഓയിലാണ്, സാൻഡിൽ ഓയിലാണ് ഇതിന് ഉദ്ദേശിച്ചാണ് ഈ ഷോപ്പ്. പിന്നെ മറയൂർ ശർക്കരയുണ്ട്, ചന്ദനത്തിന്റെ തൈയുണ്ട്, പുൽത്തൈലുണ്ട്, യൂക്കാലിപ്സ്, തേന്, ചെറുതേനുണ്ട്, വൻതേനും ഉണ്ട്. പിന്നെ ചായപ്പൊടി, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, ഹോം മെയ്ഡ് സോപ്പ്, ഇങ്ങനെ VSSകാർ ഉൽപ്പാദിക്കുന്ന കുറെ ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. ആദിവാസികൾ ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വനം വകുപ്പ് ലേലത്തിലെടുക്കുന്ന കേന്ദ്രവും ഇക്കോ ഷോപ്പിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മായം കലരാത്ത യഥാർത്ഥ വനവിഭവങ്ങൾ തന്നെ സ്വന്തമാക്കാൻ കഴിയുമെന്നത് സഞ്ചാരികൾക്ക് ഏറെ പ്രയോജനകരമാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികളാണ് ഇക്കോ ഷോപ്പിൽ നിന്ന് വനവിഭവങ്ങൾ വാങ്ങുന്നതിൽ അധികവും. പാർക്കിലെത്തുന്ന സഞ്ചാരികൾക്ക് രുചികരമായ ഭക്ഷണം നൽകുന്ന ഭക്ഷണശാലയും ഇപ്പോൾ വനസംരക്ഷണ സമിതി പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. KM സുനോബി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പെരുങ്കാലായിൽ പാലത്തിൽ കല്ലും മണ്ണും ഇറക്കി വഴി തടസ്സപ്പെടുത്തി കരാറുകാരന്റെ നടപടി പ്രദേശവാസികളിലേക്ക് എതിർപ്പ് എത്തിച്ചിരിക്കുന്നു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ആദിവാസി മേഖലയായ പെരുങ്കാലായിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന്റെ പണികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ തുക കൈപ്പറ്റി പിൻവലിഞ്ഞിരിക്കുകയാണ്. ആദിവാസി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രദേശത്തെ 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം കരാറുകാരൻ ഉപേക്ഷിച്ചതായി അടുത്തിടെ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് നാട്ടുകാരോട് അമർഷം പൂണ്ട കരാറുകാരൻ നിർമ്മാണം പുനരാരംഭിക്കുന്നുവെന്ന വ്യാജേന പാലത്തിൽ ആദ്യം മണ്ണിടുകയും പിന്നീട് കരിങ്കല്ലിറക്കി യാത്ര ചെയ്യുവാൻ കഴിയാത്ത വിധം റോഡ് തടസ്സപ്പെടുത്തുകയുമായിരുന്നു. ഇതിലും ഭേദമായിരുന്നു ആ പാലത്തടിയിലുണ്ടായിരുന്നു. ഇപ്പോൾ വഴി കൂടെ കല്ലും കൂട്ടും, പക്ഷെ എങ്ങനെ നടക്കും? ആ അവസ്ഥയിലായിക്കോട്ടെ റോഡ്. 17 ലക്ഷം രൂപ വകയിരുത്തിയാണ് പെരുങ്കാല TV സെന്റർ അമ്പലമേട് റോഡ് ട്രൈബൽ വകുപ്പ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കരാറുകാരനും പ്രദേശത്തെ ചില പൊതുപ്രവർത്തകരും ചേർന്ന് തുക കൈക്കലാക്കുന്നതിനായി നടത്തുന്ന വഴിവിട്ട നടപടികൾ പ്രതിഷേധത്തിന് കാരണമാക്കിയിരിക്കുകയാണ്. KSDA ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം ഓഫീസ് കുമളിയിൽ ഉദ്ഘാടനം ചെയ്തു. ചെങ്കര സഹകരണ ബാങ്ക് പ്രസിഡന്റ് N സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 24ാമത് ജില്ലാ സമ്മേളനമാണ് കുമളിയിൽ വെച്ച് നടക്കുന്നത്. കുമളി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപമാണ് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാൻ പോകുന്ന ഇടുക്കി ജില്ലാ സമ്മേളനം അത് കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. നമുക്കെല്ലാം അറിയാം. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിലേക്ക് വേണ്ടി സ്വാഗത സംഘം ഓഫീസ് നമുക്ക് ഇന്നു തൊട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ പബ്ലിസിറ്റി കൺവീനർ ശ്രീജിത് കുമാർ അധ്യക്ഷനായിരുന്നു. KSDA ജില്ലാ നേതാക്കന്മാരായ L ഷാംഗ്ലി, M രമേശ്, KJ ദേവസ്യ, BI സിംസൺ, ജോസഫ് ജോൺ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.
കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവായിട്ടും അധികൃതർക്ക് അനക്കമില്ല. കരിമണ്ണൂർ ടൗണിന് നടുവിലാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഇതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. മാസങ്ങളായി കരിമണ്ണൂരിൽ ടൗണിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകിയിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നതിനാൽ റോഡിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന പാത കൂടിയാണ് കരിമണ്ണൂർ റോഡ്. റോഡിലെ കുഴികളിൽ വീണ് ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണ്. റോഡിലെ അവസ്ഥയെക്കുറിച്ച് നിരവധി തവണ അധികൃതർക്ക് പരാതി സമർപ്പിച്ചിട്ടും ബന്ധപ്പെട്ടവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതായും ആരോപണമുണ്ട്. വെള്ളം പൊട്ടി വീഴുന്നത് 6 മാസങ്ങളായിട്ടുണ്ട്. ഞങ്ങളൊരു 100-140 ഓട്ടോക്കാർ ഇവിടുന്ന് ജോലി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പല സ്ഥലത്തും പരാതി കൊടുത്തതാണ്. ഈ പരാതി കൊടുത്തപ്പോൾ അവിടെ നോക്കിയിട്ട് മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർമാർക്ക് ബില്ല് കൊടുക്കുന്നില്ല, അതിൻ്റെ പേരിൽ ആളെ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ന്യായങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച BJPയുടെ പേരിൽ കൊണ്ട് പരാതി എഴുതി കൊടുത്ത സമയത്താണ് അവർ വന്നത് കുത്തിപ്പൊളിച്ച് ഇത്രയും ചെയ്ത് റോഡെ ഒഴുകിക്കൊണ്ട് വെള്ളത്തിന് സൈഡിലേക്ക് ആക്കിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഓട്ടോക്കാർ ബൈക്കാരൊക്കെ ഒന്ന് തല്ലിപ്പിടിച്ച് വീഴുന്നതും മറ്റാ സുഹൃത്ത് ഞങ്ങൾ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കണം. കരിമണ്ണൂർ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് രൂപപ്പെട്ട കുഴി വൻ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ റോഡിലെ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് ഇവിടുത്തെ നിത്യസംഭവമാണ്. ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കൊടുംക്രൂരത നടക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് പറയുന്ന വകുപ്പ് തന്നെ ജലം പാഴാക്കുന്ന കാഴ്ച സങ്കടകരമാണ്. ഇത്തരമൊരു അവസ്ഥയിൽ പൈപ്പ് പൊട്ടി റോഡിലേക്ക് ജലം ഒഴുകുന്നതിനെതിരെ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,080 രൂപയാണ് വില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 ഗ്രാം സ്വർണത്തിന് 2,510 രൂപ. വെള്ളി ഗ്രാമിന് 39 രൂപയാണ് വില. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകളിലേക്ക്. ഏലത്തിന് ഇന്ന് വിപണിയിൽ കൂടിയ വില 850 കുറഞ്ഞ വില 800 വില രേഖപ്പെടുത്തി. കുരുമുളക് കിലോഗ്രാമിന് 690 രൂപയാണ് വില. കാപ്പി കിലോഗ്രാമിന് 125, റബ്ബർ 120, ഗ്രാമ്പു 950, കൊക്കോ കിലോഗ്രാമിന് 53 എന്നിങ്ങനെയാണ് വില. ജാതിക്ക് കൂടിയ വില 300 കുറഞ്ഞ വില 275. ജാതിപത്രിക്ക് വിപണിയിൽ കൂടിയ വില 1025, കുറഞ്ഞ വില 900. കമ്പോള വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ അവിശ്വാസത്തിനെ തുടർന്ന് കേരള കോൺഗ്രസിലും ചർച്ചകൾ സജീവമായി. അവിശ്വാസ പ്രമേയ നോട്ടീസ് സംബന്ധിച്ച് 15 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. ഫെബ്രുവരി 2-ാം തീയതി ഇടുക്കി ജില്ലയിൽ അടുത്ത പട്ടയ വിതരണം നടക്കുമെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യുമെന്നും റോയ് കെ പൗലോസ്. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ 10 വില്ലേജിൽ ഉൾപ്പെട്ട 10,000-ഓളം കർഷകർക്ക് പട്ടയത്തിന്റെ പ്രയോജനം ലഭിക്കും. കുമളി ചെക്ക് പോസ്റ്റിന് സമീപം തമിഴ്നാട് ഫോറസ്റ്റ് ഗാർഡുകളും കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിൽ കയ്യാങ്കളി. തമിഴ്നാട് ഉദ്യോഗസ്ഥർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ മദ്യം കഴിക്കുന്നത് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പുതുവത്സര പദ്ധതിയായ സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതിക്ക് തുടക്കമായി. ഇടുക്കി MP ജോയ്സ് ജോർജ് സ്നേഹസ്പർശം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വഞ്ചിത്താനം തണ്ടാശ്ശേരി മണ്ണൂർ റോഡിന്റെ ശിലാഫലകം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ടൗണിന്റെ സമീപ പ്രദേശങ്ങളിലെ വികസനത്തിൽ വിറളി പൂണ്ടവരാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ. ജില്ലാസ്ഥാനത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്നു. പ്രതിമാസം 1,80,000 രൂപ ചിലവിലാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നത്. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലി. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ, ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे ढोलना सुन मेरी चाहते
സഭയിൽ വരുമിവളാരോ KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.